നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 483. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 483. ശ്രീരാമചരിതം എന്ന 224 സർഗം. 224ഉം 225ഉം 2 സർഗങ്ങളിൽ കൂടി രാമായണ കഥ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം. ആരെ? താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാട്, എക്സ് ഗുരുവായൂർ ചീഫ് പ്രീസ്റ്റ് ഫോർ 6 to 7 years. 6-7 കൊല്ലം നിരന്തരമായിട്ട്, അതായത് ഈ 6 മാസം വരുന്നതിൻ്റെ എത്രയോ മുമ്പേ ഭാഗവതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തോന്നി, ഒരു ഉൾവിളി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. എന്തിനാണ് സഗുണോപാസനയിൽ സമയം കളഞ്ഞ് നട്ടം തിരിയുന്നത് എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഗുണത്തിൽ കൂടി കാര്യം നടക്കും. 1000 വർഷം വേണ്ടത് നിർഗുണത്തിൽ 1 വർഷം കൊണ്ടാവും. അതാണ്. അപ്പോൾ 999 വർഷം നമ്മൾക്ക് ലാഭമാണ്. പലവരും ഭാഗവതം എന്താണെന്ന് അറിയാതെ കണ്ടാണ് സപ്താഹങ്ങൾ ചെയ്യണത്. ഭാഗവതം ബ്രഹ്മാനുഭൂതിക്ക് വേണ്ടിയിട്ടാണ്. ബ്രഹ്മാനുഭൂതി എന്ന് പറഞ്ഞാൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിൽ കൂടെ എല്ലാം ത്യജിക്കാനും ഒന്നിനോടും പ്രത്യേക ആകർഷണം ഇല്ലാതെ കണ്ട് ഈശ്വരപാദാരവിന്ദങ്ങളിൽ മാത്രം അഭയം പ്രാപിച്ച് പരീക്ഷത്തിനെ പോലെ 7 ദിവസം കൊണ്ട് മോക്ഷം കിട്ടാനുള്ള ഒരു സബ്ജക്റ്റാണത്. അതറിയാതെ കണ്ടാണ് ഈശ്വര വചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈശ്വരനെ അനുകരിക്കുകയാണ്. ഈശ്വരനെ അനുമോദിക്കുന്നതിന് പകരം ഈശ്വരനെ അനുകരിക്കും. ദൃശ്യത്തിൽ ഭ്രമിക്കരുത് എന്നുള്ള ആപ്തവാക്യത്തിനെ മറികടന്ന് ദൃശ്യാവിഷ്കാരങ്ങൾ ഫ്ലക്സ് സിസ്റ്റം മാത്രമായി പല അവതാരങ്ങളും ഫ്ലക്സാണ് വരിക സ്റ്റേജിൽ. അതിനൊക്കെ കാശും വാങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ സംവാദം വളരെ അർത്ഥവത്തായി തീരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ അറിഞ്ഞില്ലയോ? അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ ഇവിടെ 67ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു അത്? അമ്പാർന്ന് അനുജനെ കെട്ടിപ്പിടിച്ചു രഘുപുങ്കവൻ, ആനന്ദാശ്രുജലം കൊണ്ടു കുളിപ്പിച്ചാൻ മഹാപ്രഭു. ഭരതൻ്റെ ബ്രഹ്മനിഷ്ഠ, സഹോദര സ്നേഹം മനസ്സിലാക്കിയ അദ്ദേഹം. എങ്ങനെ? അദ്ദേഹത്തിനറിയാം നമ്മളെപ്പോലുള്ള അല്പന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി തുറന്നു എന്ന് മാത്രം. നിലത്ത് കിടക്കുക, ഗോമൂത്രത്തിൽ വേവിച്ച ധാന്യം കഴിച്ച് വിശുപ്പ് അടക്കുക. അതിനേക്കാൾ തീവ്രമായൊരു തപസ്സില്ല. അപ്പോൾ പറയണു, പൂജ്യരായുള്ള വിപ്രന്മാരേവരെയും രഘുത്തമൻ നമസ്കരിച്ചു സാഷ്ടാംഗം സീതാലക്ഷ്മണ സംയുതൻ. വളരെ ശ്രദ്ധിക്കണം. നാം ഓരോരുത്തരും ഹൃദയം കൊണ്ടെങ്കിലും നമ്മളെക്കാൾ പ്രായം ചെന്നവരെ നമസ്കരിക്കണം. ബ്രാഹ്മണരെ പ്രത്യേകിച്ചും, ബ്രാഹ്മണ്യമുള്ളവരെ പ്രത്യേകിച്ചെന്ന് ഞാൻ തിരുത്തും. ജന്മം കൊണ്ട് ബ്രാഹ്മണനായിട്ട് കാര്യമില്ല. കാരണം എന്താ? ജന്മനാ ജായതേ ശൂദ്ര, കർമ്മണാ ജായതേ ബ്രാഹ്മണ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പൂജ്യരായുള്ള വിപ്രന്മാരെ വരെയും രഘുത്തമൻ നമസ്കരിച്ചു സാഷ്ടാംഗം. ആരൊക്കെ കൂടെ? സീതാലക്ഷ്മണ സംയുതൻ. ഉടൻ പ്രജകൾ ആ രാമചന്ദ്രനെയും അതേവിധം ഒട്ടേറെ കാലമായി കാണാൻ അയോധ്യാപുരവാസികൾ 14 വർഷമായിട്ട് കണ്ടിട്ടില്ല.
ആ കണ്ടപ്പോൾ ഉണ്ടാവുന്ന ഒരു ചേതോ വികാരം, ഈശ്വരനെ പ്രത്യക്ഷമായി കണ്ടിട്ടുള്ളതിൽ ഒരു അനുഭൂതി, ബ്രഹ്മസായൂജ്യം, ബ്രഹ്മാനുഭൂതി, കണ്ടു സന്തോഷമുൾ തിങ്ങി ഉത്തരീയങ്ങൾ വീശിയും. ഈ തോർത്തുമുണ്ട് വീശ, ഉത്തരീയം വീശ, അതിനൊക്കെ ഭയങ്കര അർത്ഥതലങ്ങളുണ്ട്. ഇപ്പോൾ വാദ്യം തുടങ്ങിയാൽ ആൾക്കാർ ഫിസിലടിക്കരുത്. കാരണം ഈ പഞ്ചവാദ്യാണെങ്കിലും തായമ്പയാണെങ്കിലും മേളാണെങ്കിലും അതിനൊരു രസാനുഭൂതി ഉണ്ട്. അത് കൂക്കിയാൽ കിട്ടില്ല, അത് കൂക്കുന്നവർക്ക് അറിയില്ല. അതാണ്. അത് മാത്രമല്ല, ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിട്ടുള്ള പരിപാവനമായിട്ടുള്ള ദൈവീക വിഗ്രഹങ്ങൾ, ഭഗവാന്റെ ഈശ്വരൻ്റെ ഒക്കെ വിഗ്രഹങ്ങളെ അപമാനിക്കുകയാണ്. കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയാൽ പ്രാർത്ഥനകളിൽ കൂടെ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നാരായണ നാരായണ, ഒരാളെ അഭിവാദ്യം ചെയ്യേണ്ട അവസരം വന്നാൽ ഗുഡ് മോർണിംഗ് നമസ്തേ എന്ന് പറയുന്നതിന് പകരം നാരായണ നാരായണ. അല്ല, ഒരു ദേവീക്ഷേത്രമാണോ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അത് കേൾക്കുന്നവനും ഗുണം ചെയ്യും, ചൊല്ലുന്നവനും ഗുണം ചെയ്യും. ഇതൊന്നും അറിയില്ല നമ്മൾക്ക്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ അപ്പോൾ പറഞ്ഞു, അയോധ്യാപുരവാസികൾ കണ്ടു സന്തോഷമുൾ തെങ്ങി ഉത്തരീയങ്ങൾ വീശിയും പൂക്കൾ വർഷിച്ചു നൃത്തം വയ്ക്കുകയും പുണ്യശാലികൾ. അത് കുഴപ്പമില്ല, കാരണം എന്താ, അരമനയാണ്, അയോധ്യ നഗരത്തിലാണ്, അതാവാം. അപ്പോൾ അമ്പിയെന്നാവിധം, അമ്പിയെന്ന് സ്നേഹത്തോടുകൂടി രാമൻ അയോധ്യക്കെഴുന്നള്ളവേ എടുത്തു പൊന്മതിയടി ഭരതൻ വായുനന്ദനൻ. അമ്പിയെന്നാവിധം സ്നേഹാദരവുകളോടുകൂടി രാമൻ അയോധ്യക്കെഴുന്നള്ളവേ എടുത്തു പൊന്മെതിയടി, ശ്രീരാമൻ്റെ മെതിയടി. ഭരതൻ വായുനന്ദനൻ, കൂടെ ആരുണ്ട്? ഹനുമാൻ. വെൺകൊറ്റക്കുട ശത്രുഘ്നൻ ചാപതൂണീരം എന്നിവ അരികിൽ താനെഴുന്നള്ളും സീതാദേവി കമണ്ഡലു സുഗ്രീവൻ ചാമരം രമ്യ ആലവട്ടം വിഭീഷണൻ ഉടവാൾ അംഗദൻ പൊൻകെട്ടഴും പരിച ജാമ്പവാൻ. ഓരോരോ വീരന്മാരും ഭഗവാന്റെ അയോധ്യ ചക്രവർത്തിയുടെ ചിഹ്നങ്ങൾ കയ്യിൽ വെച്ചു എന്നാണ് പറഞ്ഞത്, ആഘോഷമായിട്ട്. സ്ത്രീകളും കീർത്തനം പാടും പല ബന്ധിജനങ്ങളും. അതായത് ബന്ധിജനങ്ങളെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെന്നർത്ഥം, അല്ലാണ്ട് ബന്ധിക്കപ്പെട്ടവരല്ല. ചേർന്നൊരാ യാത്രയിൽ ചന്ദ്രൻ ഗ്രഹങ്ങളോടുകൂടവേ. അവിടെ ഒരു ഉപമ പ്രയോഗിച്ചു. എല്ലാ നക്ഷത്രങ്ങളോടുകൂടിയും ഗ്രഹങ്ങളോടുകൂടിയും ചന്ദ്രൻ തിളങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും, അതേമാതിരിയാണ് അയോധ്യ നഗരത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരോടും കൂടി ശ്രീരാമചന്ദ്രസ്വാമി എഴുന്നള്ളുന്നു എന്നായി അർത്ഥം. എന്നിട്ട് പറഞ്ഞു, വിളങ്ങിയിടും വിധം പുഷ്പകത്തിൽ മിന്നി മഹാപ്രഭു. അപ്പോൾ ഇതിപ്പോൾ എവിടേക്ക് എത്തിയിട്ടുള്ളൂ? എല്ലാവരും ഇവിടെ അയോധ്യയിലുള്ളവരൊക്കെ സന്നദ്ധരായി പിന്നെ ഈ പുഷ്പവിമാനം ഭഗവാന്റെ മനോ ഇംഗിതം മനസ്സിലാക്കിയിട്ട് താഴെ വരണു. വിളങ്ങിയിടും വിധം പുഷ്പകത്തിൽ മിന്നി മഹാപ്രഭു ഭ്രാതാക്കളോടും ആനന്ദപൂർവം ഭോഗേടനാൻ പുരം. അങ്ങനെ അയോധ്യയിലേക്ക് അവർ പ്രവേശിച്ചു. മാതാക്കൾ ഗുരുഭൂതന്മാർ വയസ്സറിയേയും മാമഹാൻ വന്നിച്ചു. ആരേനൊക്കെ വന്നിക്കണം? മാതൃജനങ്ങളെയും മാതാവിനെ പോലെ പ്രായമായിട്ടുള്ളവരെയും. ഗുരുഭൂതന്മാർ, വയസ്യന്മാർ, മന്ത്രിമാർ, വയസ്യരെയും മാമഹാൻ വന്നിച്ചു. സീതയും സൗമിത്രിയും ചെയ്തു യഥാവിധി. ഏട്ടൻ നമിച്ചവരേനൊക്കെ സീതാദേവി നമിച്ചു. പിന്നിലെ ലക്ഷ്മണകുമാരൻ. പ്രാണൻ കൈ വന്ന പോലുള്ളോരമ്മമാർ മക്കളെ ക്ഷണം. അവിടെയൊക്കെ വേദാന്താണ്. പ്രാണൻ കൈവന്ന പോൽ എന്ന് പറയുന്ന അർത്ഥം, ശ്രീരാമചന്ദ്രസ്വാമി അയോധ്യാപുരിയിൽ നിന്ന് 14 വർഷം വനവാസത്തിന് വേണ്ടി പോയോടുകൂടി അമ്മമാരുടെ പ്രാണൻ പോയി എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും.
സന്തോഷം എന്നുള്ളത് അവരുടെ മനസ്സിലില്ല. എപ്പോഴും സന്താപമാണ് മകനെ പിരിഞ്ഞതിന്. ഈ മകൻ ആരാ? ശ്രീരാമൻ. ശ്രീരാമൻ ആരാ എന്ന് ചോദിച്ചാൽ മഹാവിഷ്ണു എന്നർത്ഥം പറയണം. മഹാവിഷ്ണു ആരാ എന്ന് ചോദിച്ചാൽ ബ്രഹ്മാണ് എന്നർത്ഥം പറയണം. ബ്രഹ്മാണെന്നുണ്ടെങ്കിൽ എന്താ പിന്നെ അതെങ്ങനെ അറിയും? ഞാനും നിങ്ങളും ശ്വാസം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിലും നിങ്ങളിലും ബ്രഹ്മം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുവരെ 14 കൊല്ലം ശ്വാസം എടുത്തില്ലേ? ശ്വാസം എടുത്തു, പക്ഷെ അതിൽ ആനന്ദം കമ്മിയായിരുന്നു. അപ്പോൾ ബ്രഹ്മചൈതന്യം ഉള്ളിലുണ്ട്, പുറത്ത് സ്വീകാര്യമായ രീതിയിൽ നമ്മളെ അംഗീകരിച്ചുകൊണ്ട് നടന്ന് അടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തീവ്ര മനസ്സുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ പ്രാണൻ കൈവന്ന പോലുള്ളോരമ്മമാർ മക്കളെ ക്ഷണം മടിയിൽ കേറ്റിലാളിച്ചു കണ്ണുനീർ തൂകിയത്രയും ആനന്ദാശ്രുക്കളാണത്. ജടപോക്കിച്ചു വേഗം ക്ഷൗരാദികൾ ചെയ്തു. താടിയും തലയൊക്കെ പിന്നെ ക്രോപ്പൊക്കെ ചെയ്തു, ജടയൊക്കെ മാറ്റി. ജടപോക്കിച്ചു വേഗത്തിൽ വസിഷ്ഠൻ കുലവൃദ്ധരും. അതായത് ഈ എന്താ പറയുക, പൂജാസംബന്ധമായ കാര്യങ്ങളൊക്കെ രാജഗുരു വേണം ചെയ്യാൻ. ആ രാജഗുരു ഇവിടെ വസിഷ്ഠനാണ്. മാത്രമല്ല കുലവൃദ്ധര്, ആ സൂര്യവംശജാതന്മാരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും, സീതേനെ കുലസ്ത്രീകൾ, ശ്രീരാമനെ അല്ലെങ്കിൽ ലക്ഷ്മണിയും, കാരണം ലക്ഷ്മണനുണ്ടല്ലോ ജടിയും ജടയൊക്കെ, അതൊക്കെ മാറ്റി ഭരതനുണ്ട്, പിന്നെ എല്ലാവരും ജടപോക്കിച്ചു വേഗത്തിൽ വസിഷ്ഠൻ കുലവൃദ്ധരും തീർത്ഥങ്ങൾ കൊണ്ടു രാജാവായ വിശേഷിച്ചു രാമനെ. അവിടെ വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞു. സ്വർണഭൂഷാംബരാദ്യങ്ങൾ അണിഞ്ഞു രഘുനന്ദനൻ. കാട്ടുപോയി വന്നതിൻ്റെ ശേഷം സ്വർണഭൂഷാംബരാദ്യങ്ങൾ അണിഞ്ഞു രഘുനന്ദനൻ. വിളങ്ങി സീതയും തൻ്റെ സഹോദരരും അങ്ങനെ. ഞാൻ അവിടെ 8 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 79ാമത്തെ ശ്ലോകമാണ്. അവിടെയാണ് ഞാൻ 8 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് 8ാമത്തെ ശ്ലോകത്തിലേക്ക് ഒന്ന് പോയി നോക്കുക. 8ാമത്തെ ശ്ലോകം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, വിശ്വാമിത്രന്റെ യജ്ഞത്തിൽ മരീചാതി നികൃഷ്ടരേ ലക്ഷ്മണാൻ നോക്കി നിൽക്കെത്താൻ കൊന്നാൻ കമലലോചനൻ. അപ്പോൾ പിന്നെ അതല്ല, വിശ്വാമിത്രൻ്റെ മരീചാതി നികൃഷ്ടരെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് വിളങ്ങി സീതയും തൻ്റെ സഹോദരനും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എവിടേക്ക് എത്തിയത്? ജനക മഹാരാജാവിൻ്റെ അരമനയിലേക്ക് എത്തിയിട്ട് സീതേനെ സ്വീകരിച്ചത്. അപ്പോൾ ഈ വിശ്വാമിത്രൻ്റെ യാഗം പിന്നെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ടില്ലെങ്കിൽ ഈ സിദ്ധിമന്ത്രങ്ങളൊന്നും കിട്ടില്ല. മാത്രമല്ല അങ്ങോട്ട് ഈ അച്ഛനെ വിവരം അറിയിക്കാതെ കൊണ്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. എല്ലാം തീരുമാനിച്ചതിൻ്റെ ശേഷം അവിടുന്ന് ഒരു ബ്രാഹ്മണനെ അയക്കുകയാണ്. നിങ്ങളുടെ മകൻ എൻ്റെ മകൾ സീതേനെ പിന്നെ സ്വയംവരം മുറപ്രകാരം ത്രംബകം എന്ന വില്ല് കൊഴിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വേഗം വന്ന് കല്യാണം നടത്തി തരണം. അപ്പോൾ അവിടെ പറയണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ 3 മക്കളുണ്ടെന്ന് അറിയാം. അതിലിപ്പോൾ 2 ആൾ ഇവിടെ ഉണ്ട്, ഇനി 2 ആളെയും കൂടി കൊണ്ടുവരിക. എനിക്ക് 4 മക്കളുണ്ട്. ആ 4 മക്കൾക്കും നിങ്ങളുടെ 4 മക്കൾക്ക് ഭാര്യമാരാവും. ബാക്കി കാര്യങ്ങൾ ശേഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചത്. അപ്പോൾ വിളങ്ങി സീതയും തൻ്റെ സഹോദരനും അങ്ങനെ ഭരതൻ കെഞ്ചിയേ രാജാസനം കൈകൊണ്ട രാഘവൻ. ഭരതൻ പറയാണ്, ഇനിയെങ്കിലും സമയം കളയാതെ കണ്ട് രാജസിംഹാസനത്തിൽ അങ്ങ് ഉപവിഷ്ടനായാലും. അച്ഛൻ മരിച്ചു, രാജസിംഹാസനത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയാണ് ഇരിക്കേണ്ടത്. സംഗതി വശാൽ അങ്ങ് അച്ഛൻ കൈകേയി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള വരങ്ങൾ സാധിപ്പിക്കുമാറ് വരങ്ങൾ കൊടുത്തു അല്ലേ? അപ്പോൾ അച്ഛൻ്റെ കീർത്തി അങ്ങ് നിലനിർത്തി. ഇനി ആ സിംഹാസനം അരനിമിഷം ഒഴുങ്ങി കിടക്കരുത്, അങ്ങ് കയറിയിരിക്കണം വേഗം. അപ്പോൾ ഭരതൻ ഗഞ്ചി
കെഞ്ചിയെ രാജാസനം കൈകൊണ്ട രാഘവൻ പാലിച്ചു തൻ പ്രജകളെ അച്ഛൻ മക്കളെ മാതിരി. അപ്പോൾ ഒരു രാജാവ് തൻ്റെ മക്കളെ പ്രജകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കണം. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ടാക്സ് മാത്രം വാങ്ങിയാൽ പോരാ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഭാവമാണ്. എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് ഭരിക്കാൻ സാധിക്കണില്ല എന്ന് പറഞ്ഞാൽ അവരെ മതേതരത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തി. എന്നാൽ മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ സാധിക്കൂല. അപ്പോൾ ഹിന്ദുക്കൾ ഉണരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുണ്ടായിസം കാണിക്കണം എന്നല്ല പറഞ്ഞത്. ഹിന്ദുക്കൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അവരവരുടെ രാമായണവും മഹാഭാരതവും ഒക്കെ വായിച്ച് പഠിച്ച് ഈശ്വരീയത നമ്മൾക്ക് വളങ്ങാൻ സാധിക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണം. ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ചില ലുബ്ധന്മാർ കാശുണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യണമെന്നല്ലാതെ കണ്ട്, അല്ലെങ്കിൽ സന്യാസിമാർ അവരവരുടെ ആശ്രമങ്ങൾ നേരാക്കണമെന്നല്ലാണ്ട് പ്രജകളെപ്പറ്റി ആരും ബോധവാന്മാരല്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ധർമ്മജ്ഞൻ ആർക്കും സുഖമാം. ഭരതൻ ഗഞ്ചിയെ രാജാസനം കൈകൊണ്ട രാഘവൻ പാലിച്ചു തൻ പ്രജകളെ അച്ഛൻ മക്കളെ മാതിരി ധർമ്മിഷ്ഠരാം പ്രജകളും പിതാവായി കണ്ടു ഭൂപനെ. ഒരു പാലം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും വേണം. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. സ്നേഹം പരസ്പരം ഒട്ടുന്നതായിരിക്കണം. സ്നേഹം, ബഹുമാനം, ആദരവ്. ഇപ്പോൾ ചിലവരുണ്ട് കേമന്മാരയച്ചാൽ പലവരും പ്രായാധിക്യം മേലെയാണെങ്കിലും ഇവരെ ബഹുമാനിക്കും. ഇവർ കണ്ടു നടക്കില്ല. അത് എന്തിനെ ഇടവയ്ക്കും? നരകം പ്രാപിക്കാനുള്ള ഇടവയ്ക്കും. പലവർക്കും തെറ്റുപറ്റുന്നുണ്ട്. അതിൽ ഞാൻ ഒരാളെ കണ്ടുന്നത് ഒന്ന് മോദി, പിന്നെ നമ്മുടെ കേരളത്തിൽ ഗവർണർ. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും അവർ കൈ എപ്പോഴും തൊഴുതും കൊണ്ടാണ്. ആരെ നോക്കിയാലും കൈ തൊഴുതും കൊണ്ടാണ്. അത് വളരെ വിദ്വാൻമാർക്ക് മാത്രമേ സാധിക്കൂ. ഇങ്ങോട്ട് അഭിവാദ്യം ചെയ്ത് അങ്ങോട്ട് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ കൃതജ്ഞതയില്ലാത്ത ആൾക്കാരായി തീരും നമ്മൾ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൃതജ്ഞന്മാരാവും. അതാവരുത്. സംഗതിയൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ പാലിച്ചാലേ ശീലിച്ചാലേ പാലിക്കുള്ളൂ. എങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ധർമ്മിഷ്ഠരാം പ്രജകളും പിതാവായി കണ്ടു ഭൂപനെ. അപ്പോൾ ഉത്തരവാദിത്വം കൂടി. ധർമ്മജ്ഞൻ ആർക്കും സുഖമാം വിധം രാജം ഭരിക്കയാൽ ത്രേതായുഗം കൃതയുഗം പോലെ ശോഭിച്ചു മന്നിതിൽ. കൃതയുഗത്തെ പോലെ ത്രേതായുഗം മിന്നിച്ചു എന്നാ. അപ്പോൾ എന്താ പറയുക, ഈ യുഗാവസ്ഥകൾ മാനസികമാണ്. ഇപ്പം എല്ലാവരും പറയും കലിയുഗല്ലേ എന്ന്. അതെ, കലിയുഗമാണ്. ആർക്ക്? കലിയുഗമാണെന്ന് വിചാരിക്കുന്നവർക്ക്. കലിയുഗം ദുഃഖിക്കാനുള്ളതാണോ? അല്ല. കലിയുഗത്തിൽ നാമസങ്കീർത്തനം ചെയ്യുന്നവർക്ക് ശാന്തിയും സമാധാനമുണ്ട്. അതറിഞ്ഞ് ചെയ്യണം. ഞാൻ എൻ്റെ കടമ ചെയ്യണു, എൻ്റെ കടപ്പാട് ചെയ്യണു. നാമസങ്കീർത്തനം ചെയ്യുക, കേശവനാമ സങ്കീർത്തനങ്ങൾ. അല്ലാണ്ട് ഞാൻ കുറച്ച് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കട്ടെ നമ്മൾ വിചാരിക്കേണ്ട. അധ്വാനിച്ചാൽ പൈസ ഉണ്ടാവില്ല. അധ്വാനിക്കണം, ഇൻഡസ്ട്രിയസ് ആയിരിക്കണം. അതിനോടുകൂടി ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി, ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടി കർമ്മം മാറ്റിവെച്ചാൽ മാത്രമേ ബ്രഹ്മജ്ഞാനവും അതിൽ നിന്നുണ്ടാവുന്ന ക്ഷേമ ഐശ്വര്യങ്ങളും, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ത്രേതായുഗം കൃതയുഗം പോലെ ശോഭിച്ചു മന്നിതിൽ വനവും നദിയും ദ്വീപും പാടവും പർവ്വതങ്ങളും പ്രജകൾക്കൊക്കെ വേണ്ടും പോലിഷ്ടം വർഷിക്കയാം നൃപ. ഇതിപ്പോൾ കഥ ആരോട് പറഞ്ഞ കൂട്ടത്തിലായി? പരീക്ഷത്തിനോട് ശുകബ്രഹ്മർഷി പറഞ്ഞ കൂട്ടത്തിലാണ്. വനവും നദിയും ദ്വീപും പാടവും പർവ്വതങ്ങളും പ്രജകൾക്കൊക്കെ വേണ്ടും പോലിഷ്ടം വർഷിക്കയാം നൃപ.
രാമൻ നാടു ഭരിച്ചിടെ ഉണ്ടായിട്ടുള്ളൊരിടവും അകാല മൃത്യു. ശ്രീരാമചന്ദ്രസ്വാമി രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ രാജ്യത്തിൽ എവിടെയും അകാല മൃത്യു, അതായത് പ്രായപൂർത്തിയാവുന്നതിൻ്റെ മുമ്പേ ഒരു മരണം ഒരു വീട്ടിൽ നടന്നില്ല എന്നാണ്. അതെന്താ കാരണം? ഭരിക്കുന്ന ആൾ നേരാവണം. ഭരിക്കുന്ന ആൾ നേരായാൽ ആ ഭരണകർത്താവിൻ്റെ പുണ്യങ്ങളിൽ ആറിലൊന്ന് പ്രജകൾക്ക് കിട്ടും. അതേമാതിരി പ്രജകൾ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ആറിലൊന്ന് രാജാവിന് കിട്ടും. കാരണം പ്രജകളിലും രാജാവിലും ഉള്ള ആത്മാവ് ഒന്നാണ്. ഈ ഭൂമണ്ഡലത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ് ഒന്നാണ്. പരസ്പര പൂരകങ്ങളാണ്. പരസ്പരം വിദ്വേഷമില്ലാതെ കണ്ട് സ്നേഹമസൃണമായ രീതിയിൽ ജീവിക്കേണ്ടവരാണ്. അത് ജീവിക്കാതെ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. ആരും ആരെയും ഭരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഈശ്വരീയമായ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ പരസ്പര ധാരണയുണ്ടാവും. ഞാൻ അനുവർത്തിച്ച് വരുന്ന തത്വങ്ങൾ പരിശുദ്ധിയുള്ളതാണോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ അണ്ടർ ദി സൺ ആൾ ആർ ഈക്വൽ എന്നാണ് വചനം. സൂര്യൻ്റെ താഴെ എല്ലാവരും ഒന്നാണ്. പക്ഷേ അത് എല്ലാവരും മനസ്സിലാക്കണം. ഹൈഡൻ അജണ്ട പാടില്ല. പിന്നെ ആരെങ്കിലും നമ്മളെ ബോസിസം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള മാനസികാവസ്ഥയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ് മെച്ചം? അതിൻ്റെ ഒഴുക്കിൻ്റെ കൂടെ പോയിട്ടെങ്കിൽ എന്തെല്ലാം നാശങ്ങൾ ഉണ്ടാവും, അതുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ യുക്തിക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ നമ്മളത് സ്വീകരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ വനവും നദിയും ദ്വീപും പാടവും പർവ്വതങ്ങളും പ്രജകൾക്കൊക്കെ വേണ്ടുമ്പോൾ ഇഷ്ടം വർഷിക്കയാം നൃപാം. രാമൻ നാടുഭരിച്ചിടെ ഉണ്ടായിട്ടുള്ളൊരിടവും അകാല മൃത്യു. ദാരിദ്ര്യം, ആദിവ്യാധി, ജരാദികൾ. ആൾക്കാർക്ക് ജര ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ആദിയുമില്ല വ്യാധിയുമില്ല. വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ, ആദി എന്ന് പറഞ്ഞാൽ മാനസിക സംഘർഷങ്ങൾ. മരുന്ന് കഴിച്ചാൽ വ്യാധികൾ തീരും. ആധികൾ തീരണമെങ്കിൽ ഈശ്വരോപാസന ചെയ്തുകൊണ്ടിരിക്കണം. ഈശ്വരോപാസന ചെയ്യാത്തവർക്കാണ് ആധികൾ ഉണ്ടാവുക. കുട്ടികളില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, ധനമില്ല എന്നൊക്കെ നെഗറ്റിവിറ്റി മനസ്സിൽ വരുന്നത് മനസ്സിലുള്ള ഈശ്വരീയത പമ്പ കിടക്കുമ്പോഴാണ്. അപ്പോൾ രാഗദ്വേഷാദിയില്ലാതെ ഏകപത്നി വ്രതൻ പ്രഭു. ശ്രീരാമചന്ദ്രസ്വാമിക്ക് മറ്റുള്ള രാജാക്കന്മാരെക്കാൾ ശ്രേഷ്ഠത എന്താ? ഏകപത്നി വ്രതനാണ്. അതുകൊണ്ട് ആർക്കും ആശങ്കകളില്ല. രാഗദ്വേഷാദിയില്ലാതെ ഏകപത്നി വ്രതൻ പ്രഭു. ധർമ്മനിഷ്ഠയും നല്ലോർക്ക് ഉദാഹരണഭൂതനായി. അവ രാമായണം വായിച്ചവർക്കാണ് ഈ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ. പിന്നെ അതിലെ അവസാനത്തെ ശ്ലോകം, 85-ാമത്തെ ശ്ലോകം, പ്രേമാനുവൃത്തി. നമ്മുടെ നിവൃത്തിയിലെ പ്രേമം വേണം. എന്താ നിവൃത്തി, എന്താ പ്രവൃത്തി അറിയണം. യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യണത് പ്രവൃത്തിയാണ്. നിവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൊല്യൂഷൻസ്, എന്താണെന്ന് പറയുക, ക്രമമുക്തി, ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്കുള്ള വഴികളാണ്. അത് പ്രേമാനുസാരം വേണം. എന്താ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ? സ്നേഹം ഘനീഭവിച്ചതാണ്. അത് ശാരീരികമല്ല, ലൈംഗികത ഇല്ല, അതിൽ ആധ്യാത്മികതയാണ്. പ്രേമസ്വരൂപൻ. ആ പ്രേമസ്വരൂപൻ ആരാണ്? ജ്ഞാനമൂർത്തി. ജ്ഞാനമൂർത്തി ഭവിച്ചതാണ്. അപ്പോൾ സത്യം മൃദുവാക്കിൽ ഇവയാലവർക്കും ആരാധയാം ജനകനന്ദിനി സീതാരാമചന്ദ്രൻ്റെ പുണ്യഹൃദയത്തെ വശീകരിച്ചാൾ.
പതിവ്രതയായിരിക്കുന്ന സീതാദേവി ശ്രീരാമചന്ദ്രസ്വാമിയുടെ എല്ലാ ഗുണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ ഗുണങ്ങൾക്ക് ശ്രേഷ്ഠത കൊടുക്കുമാറ് ആരാധ്യാം ജനകനന്ദനി സീതാരാമചന്ദ്രൻ്റെ പുണ്യഹൃദയത്തെ വശീകരിച്ചാൽ. അപ്പം എനിക്കും നിങ്ങൾക്കും ജഗദീശ്വരൻ്റെ, ശ്രീകൃഷ്ണൻ്റെ, മഹാവിഷ്ണുവൻ്റെ അല്ലെങ്കിൽ ശിവപെരുമാളിൻ്റെ ഹൃദയത്തെ വശീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരാധ്യത കൊണ്ട് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം. ആരാധ്യത കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റാത്തോളം കാലം ഒരു കാര്യം നടക്കില്ല. ഒരു ശിഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം തൻ്റെ ഗുരുനാഥൻ്റെ മനസ്സിൽ ഒരിടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെങ്ങനെ വേണം? അദ്ദേഹത്തിനെ അറിഞ്ഞ് ആരാധിക്കണം. എങ്ങനെയാ ഒരു ശിഷ്യൻ ഗുരുവിനെ ആരാധിക്കുക? അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങളെ നമ്മൾ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ശിക്ഷണ രീതിയിൽ ഉപദേശങ്ങൾ സ്വീകരിക്കണം. പറഞ്ഞു തന്നതിൽ അപ്പുറം നമ്മൾ നടക്കരുത്. അതന്നെയാ ഇപ്പോൾ എൻ്റെ മോളാണെങ്കിലും എൻ്റെ മോനാണെങ്കിലും രണ്ട് കൂട്ടരും എൻ്റെ ഗുരുനാഥനെ വളരെ അധികം സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും ഭക്തി കൊണ്ടും ആരാധിച്ചു വന്നിരുന്ന കുട്ടികളാണ്. പ്രത്യേകിച്ച് എൻ്റെ മോൻ നാരായണൻ. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോകും അമ്പലത്തിലേക്ക്. അപ്പോൾ ഇവനും വരും. അപ്പോൾ തൊഴുത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചപ്പൽ അമ്പലത്തിൻ്റെ പിന്നിൽ ഈ നായും പട്ടിയും കടിച്ചു കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്കാർ മാറിയിടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ കൊണ്ടുവയ്ക്കും. കാരണം പിന്നിലേക്ക് ആരും പോവില്ല. അപ്പോൾ ഇവനെന്ത് ചെയ്യും? ഞങ്ങൾ വർത്തമാനം കഴിഞ്ഞ് ശ്രീലകത്തിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ഡപത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇയാൾ പോയിട്ട് ആ ചപ്പൽ എടുത്ത് കൊണ്ടുവന്ന് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹം കണ്ടാൽ മാത്രമേ ചപ്പൽ താഴ്ത്തി വയ്ക്കുള്ളൂ. അങ്ങനെ അദ്ദേഹം 2004 ആഗസ്റ്റ് 17 ബോംബെ വിട്ടത്. അപ്പോൾ അയാൾ 6 7 പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇയാൾ സ്കൂൾ യൂണിഫോമിൽ എൻ്റെ ഗുരുനാഥനൊരു ഫോട്ടോ അയച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇയാൾ നന്നാവും അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആശീർവാദ വചനങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒപ്പിട്ടിട്ട് മടക്കി വെച്ച് തന്നു എനിക്ക്. ഇന്നിപ്പോൾ അയാൾ ഡെൻമാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലിയാണ്. അപ്പോൾ ഗുരുകടാക്ഷം പരിപൂർണം എന്ന് പറയാൻ എപ്പോഴാണ്? നമ്മൾ ഒന്നിനും പ്ലാൻ ചെയ്യാതെ കണ്ട് ഈശ്വരൻ ചെയ്ത പ്ലാനിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ഹമ്പും നമ്മളെ ഉപദ്രവിക്കില്ല. ഒരു ഹമ്പും നമ്മൾ കാണാണ്ട് പോവില്ല. ഹമ്പ് കാണാണ്ട് പോയാൽ എന്താ ഉണ്ടാവുക? വണ്ടി ചാടും, തലയിട്ടിക്കും. ചിലപ്പോൾ വണ്ടിക്ക് കേടുവരും, ചിലപ്പോൾ നമുക്ക് കേടുവരും. അപ്പോൾ എനിക്ക് ഈ ഈശ്വരീയ മാർഗത്തിൽ 47ാമത്തെ വയസ്സിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിൻ്റുകൾ മാത്രം ജീവിതത്തിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ഭൗതികത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കച്ചവടമൊക്കെ തോറ്റ് തുന്നമ്പാറി കടബാധ്യതകളൊക്കെ വന്ന് വശം കെട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ആധ്യാത്മികത അതിൻ്റെ ഫുൾനെസ്സിൽ, അതായത് പൂർണ്ണചന്ദ്രനെ പോലെ എൻ്റെ ഒപ്പമുള്ളത് കാരണം കർത്തവാവിൻ്റെ ഒരു ദോഷങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. വെച്ചാൽ മെൻ്റലി സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ പുല്ലാണ് സ്ട്രെസ്സുകൾ എനിക്ക് പുല്ലാണ് എന്ന് ഈ പുരാണ ഇതിഹാസങ്ങളുടെ മാധ്യമത്തിൽ കൂടെ ഞാൻ പിടിച്ചു കയറി. അതാ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പ്രേമാനുവൃത്തി, വിനയം, ക്ഷമ, കൃത്യനിഷ്ഠ, സത്യം, പിന്നെയോ സത്യം, അതൃത്തം, മൃദുവാക്ക്,
ആരോടും എപ്പോഴും മൃദുവാക്ക്, സത്യമാവണം. ആ പിന്നെ പ്രേമാനുവൃത്തി, വിനയം, ക്ഷമ, കൃത്യനിഷ്ഠ, ഈ സാധനങ്ങളൊക്കെ നമ്മൾക്ക് എത്ര ഉണ്ടെന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മൾ തന്നെ അന്വേഷിക്കണം. പോരെങ്കിൽ അത് കൂട്ടണം. ആരാധ്യയാം ജനകനന്ദിനി സീതാരാമചന്ദ്രൻ്റെ പുണ്യഹൃദയത്തെ വശീകരിച്ചാൾ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ വിഭൂതി കാണ്ഡേ ചതുർവിംശാധികദ്വിശതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.